P.A. വിജയരാഘവൻ, അഞ്ചുമനക്കൽ വീട്. അഞ്ചുമനക്കൽ വീട്, ദേശം PO. പ്രധാനപ്പെട്ട ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ? എന്താടോ? തന്റെ വായിൽ എന്താ നാവില്ലേ? ഇല്ല. നാവില്ലാന്നോ അതോ? അല്ല, ആരെയും വിട്ടുപോയിട്ടില്ലാന്ന്. എത്തിക്കേണ്ടിടത്തൊക്കെ നാളെ തന്നെ എത്തിക്കണം. പോസ്റ്റിൽ അയക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാ പോയി കിടന്നോ. അയ്യപ്പാ, ഇതിനോടാ വീടെത്തി. ഉള്ള പോട്ട കള്ളെല്ലാം വലിച്ചു കയറ്റിട്ട് ഞാൻ അകത്തി എന്ന് നിന്റെ അമ്മ എന്ത് ചെയ്ത് നോക്കും, എന്നിട്ട് വിളിക്കും. അപ്പോഴേ വരാവൂ. ഇത് ഞങ്ങളങ്ങ് തീർത്തേക്കട്ടെ. കൊടുന്ന് മുറി കൊണ്ട് വെക്കടോ. അമ്പലത്തിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് അച്ഛനും മോനും കൂടെ പോയിട്ട് ഇത് എവിടെയായിരുന്നു? കൃഷ്ണകൈമളുമായിട്ട് ആശ്രമം ക്ലബിൽ ഇരുന്ന് ചതുരംഗം കളിച്ച് സമയം പോയതറിഞ്ഞില്ല. മോനെവിടെ? ഇതുവരെ വന്നില്ലേ? അച്ഛന്റെ പിറന്നാളായിട്ട് അച്ഛനും ഇല്ല മോനും ഇല്ല. ആർക്കും വേണ്ടെങ്കി പിന്നെ ഞാനിതൊക്കെ വെച്ചുണ്ടാക്കുന്ന എന്തിനാ? അവൻ നേരത്തെ അവിടെ നിന്ന് പോകുന്നതാണല്ലോ. ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. അച്ഛാ, എനിക്ക് അങ്ങോട്ട് വരാറായോ? കുഞ്ഞെ, അച്ഛൻ വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരാവൂന്ന് പറഞ്ഞേ. ഇത് എന്റെ മുറി വെക്കണോ അതോ അവിടുത്തെ മുറി വെക്കണോ? അയ്യോ അമ്മാജി, ഇനി മേലാൽ നിന്നെ ഒരിടത്ത് കൊണ്ടുപോകുന്ന വിചാരിക്കണ്ട. താൻ എന്തിനാ കരയണത്? ഒന്നുമില്ല. എനിക്കറിയാം, അമേരിക്കക്ക് ക്ഷണക്കത്ത് അയച്ചില്ലാന്ന് അല്ലേ? അവൻ ആ കൃഷ്ണകൈമളോട് പറഞ്ഞിട്ടാ ഈ ഷഷ്ടിപൂർത്തയുടെ കാര്യം ഞാൻ അറിയണത്. ഇനിയിപ്പോ എന്റെ വക ഒരു അറിയിപ്പ് അങ്ങോട്ട് വേണോ? അച്ഛൻ മക്കൾക്ക് ക്ഷണക്കത്ത് അയക്കുക. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അത്? താൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഉണ്ണിയുടെ അച്ഛന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ ഞാൻ പറയില്ല. എന്നാ പിന്നെ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങുക, അതാ നല്ലത്. ജോണിനറിയോ, ഇവൻ പോയ അന്നു മുതല് തിരിച്ചു വരുന്ന ദിവസവും കണക്ക് കൂട്ടി
കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക ഞാൻ ഇവന്റെ ഈ തള്ളയും. അമേരിക്കയിൽ നിന്ന് ഹയർ സ്റ്റഡീസും കഴിഞ്ഞ് തിരിച്ചു വരുന്ന ശ്രീമംഗലത്തെ ഡോക്ടറെ സ്വീകരിക്കാൻ കാത്തിരിക്കുക ഈ നാട്ടുകാര്. അവരോട് ഞാൻ എന്ത് സമാധാനം പറയണം? ഇവന് വേണ്ടി ഞാൻ വാക്ക് കൊടുത്ത പെൺകുട്ടിയോട് എന്ത് പറയണം? ഇതൊക്കെ സംഭവിച്ചു പോയതല്ലേ, ആരും മനഃപൂർവ്വം കണക്കൂട്ടി ഒന്നും ചെയ്തല്ലോ. കണക്ക് കൂട്ടണം, അങ്ങനെയാ ഞാൻ ജീവിക്കണത്. ഇവൻ പഠിപ്പ് കഴിഞ്ഞ് വന്നാ തുറക്കാൻ പാകത്തില്ല. അപ്പുറത്ത് ആസ്പത്രി കെട്ടണം പണിയണത്, കച്ചവടത്തിനല്ല. ഇവൻ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് വെച്ചിട്ടാ, ഇവന്റെ പേര് ഇവിടെ തന്നെ ഉറപ്പിക്കണമെന്ന് വെച്ചിട്ടാ. എല്ലാം പൊളിച്ചു കളഞ്ഞില്ലേ ഇവൻ. ഇങ്ങനൊരു വിവാഹം കഴിച്ചു എന്ന് വെച്ച് തിരിച്ചു വന്നുകൂടാന്നില്ലല്ലോ. ഇല്ലേ? ഒറ്റ മകനാ. ഞങ്ങളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം അവനെ ചുറ്റിപ്പറ്റിയിട്ടാ. ഒരു തൊലിവെളുത്ത പെണ്ണിനെ കണ്ടപ്പോ അതൊക്കെ മറന്നില്ലേ ഇവൻ? അമേരിക്കയിലെ ഇവന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കിക്കോളാം എന്ന് നിങ്ങളല്ലേ അന്നേറ്റത്? എന്നിട്ടിപ്പോ ഇങ്ങനൊരു വൃത്തിയായിട്ട കാര്യത്തിന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കുക. അച്ഛാ, ഇനിയും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. തീരുമാനം മാറ്റാൻ ഇനിയും സമയമുണ്ട്. ഇവൻ തയ്യാറാണോ? ചോദിക്ക്. തീരുമാനം എനിക്കിനി മാറ്റാൻ പറ്റില്ല. എന്നാൽ എന്റെ തീരുമാനം ഞാൻ പറയാം. എങ്ങാണ്ട് കിടന്ന ഒരുത്തിയെ എന്റെ മകന്റെ ഭാര്യയായി ഈ തറവാട്ടിലേക്ക് നിലവിളക്കം കൊളുത്തി വെച്ച് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കഴിഞ്ഞില്ലേ? പെട്ടെന്ന് കേൾക്കുമ്പോ ആർക്കും ക്ഷോഭം തോന്നാവുന്ന കാര്യമാണ്. ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് സമാധാനമായിട്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ കാലം കഴിഞ്ഞാലും കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഇവനല്ലേ ഉള്ളൂ. ഓഹോ, അങ്ങനെ ഒരു അവകാശത്തിന്റെ പേരിലാണ് ഈ അഹങ്കാരം അല്ലേ? എന്നാ പറയാം, എനിക്കിങ്ങനെ ഒരു അനന്തരാവകാശി ഇല്ല. ഇക്കണ്ടതൊക്കെ ഞാൻ വല്ല ധർമ്മസ്ഥാപനങ്ങൾക്കും എഴുതി കൊടുത്തോളാം. നീ പോകരുത് മോനെ. അമ്മ വിഷമിക്കരുത്, വേറെ വഴിയില്ല. അതുകൊണ്ടാ എനിക്ക് ആ പെൺകുട്ടിയെ ചതിക്കാൻ പറ്റില്ല. എന്നാലും നീ നിന്റെ അച്ഛനെ പിണക്കിയിട്ട്. എനിക്ക് ആരോടും പിണക്കമില്ല. പക്ഷെ ഇനി അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കണം, അല്ലാതെ ഞാൻ ഈ പടി കയറില്ല. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോനെ ആ വന്നോളൂ. എന്താ വരാൻ വൈകിയത്? സദ്യ വിളമ്പണ്ടേ? ക്ഷണിച്ചു വരുത്തിയ ആൾക്കാർ ആദ്യം കഴിക്കട്ടെ, എന്നിട്ട് തനിക്ക് തിന്നാം. നമ്മൾ നേരത്തെ തിന്നടോ. അമ്മാവന്റെ ഷഷ്ടി പൂർത്തിയായിട്ട് പാട്ട് ടീച്ചറിന്റെ ഒരു കച്ചേരി ഞങ്ങൾ പ്രതീക്ഷിച്ചു. എന്താ അല്ല, തന്റെ അനന്തരങ്ങളോട് ഒരു കീർത്തനം പാടാൻ പറയായിരുന്നു.
ഞാൻ പറഞ്ഞതിൽ ഔചിത്യക്കുറവൊന്നുമില്ലല്ലോ. ഒന്ന് വീണ എടുത്തു വരൂ. സರಿ